പിന്നെ നമുക്കിത് ഇതുപോലെ ഒരു കാർഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ സിമ്പിളാണ് കേട്ടോ, കുറച്ച് പണിയുള്ളേ. അപ്പോൾ ആദ്യം ഇതുപോലെ 8 സെൻറ്റിമീറ്റർ അപ്പുറം ഇപ്പുറം 8 സെൻറ്റിമീറ്ററിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കുക. നടുവിൽ കുറച്ച് ഭാഗം വിട്ടേക്കണേ, കാരണം നമുക്കൊരു ബുക്ക് പോലെ ആക്കാനുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഒരു ബുക്ക് പോലെ ആക്കണം. അതങ്ങ് മാറ്റി വെച്ചിട്ട് അടുത്ത പേപ്പർ എടുത്തിട്ട് തന്നിരിക്കുന്ന അളവിൽ ഇങ്ങനെ വെട്ടിയിട്ട് മടക്കി മടക്കി വയ്ക്കുക. ആ ചെറുതായിട്ട് മടക്കിയ ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതുപോലൊരു കാർഡാക്കണം. എന്നിട്ട് ഇതുപോലെ 4 എണ്ണം വേണം നമുക്ക്. പിന്നെ ഇങ്ങനൊരു ചെറിയൊരു കഷ്ണം വെച്ചിട്ട് രണ്ടും പാടെ കൂട്ടി യോജിപ്പിക്കണം നമുക്ക്. ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കൂട്ടി യോജിപ്പിച്ചാൽ മതി കേട്ടോ. കൺഫ്യൂഷനൊന്നും വേണ്ട. ഞാൻ 2 വട്ടം ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ നമ്മളുണ്ടാക്കിയ 4 കാർഡ് ഒരുമിച്ചിട്ട് കൂട്ടി യോജിപ്പിക്കണം. ഇനി അടുത്തത് ഇതിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഫോട്ടോയ്ക്ക് പകരം ഡ്രോയിങ് ആണ് ചെയ്തിരിക്കുന്നത്. അത് ഓരോന്നിലും ഒട്ടിച്ചിട്ട് ഇതുപോലെ ആ ബുക്കിൻ്റെ പോലെയുള്ള സാധനത്തിലേക്ക് ഒട്ടിച്ച് വെച്ചാൽ മതി. ഒരു ഭംഗിക്ക് ഞാൻ ഒരു ലവ് ചിഹ്നം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റിക്കർ. അപ്പോൾ ഇതാണ് കേട്ടോ അവസാനത്തെ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള ക്രാഫ്റ്റ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.